ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബൺ ദോശയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം 4 മണിക്കൂർ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 4 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ മിക്സർ ജാറിലേക്ക് തന്നെ 1/4 കപ്പ് അവലും 1/4 കപ്പ് നാളികേരം ചിരകിയതും 1 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതും ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിമാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു സ്നാക്കിലേക്ക് ഈസ്റ്റും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ് കേട്ടോ ഇപ്പൊ ഇത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രാത്രി മുഴുവനോ ഇല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 8 മണിക്കൂറിന് ശേഷം മാവെല്ലാം ഇതുപോലെ നന്നായിട്ട് ഫെർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ 2 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതും 3 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മിക്സ് ഈ വെളിച്ചെണ്ണയോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അപ്പൊക്കെ ചുട്ടെടുക്കുന്ന കുഴിയുള്ള പാനില്ലേ ഇതിലേക്ക് 1.5 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നെയ്യോ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.